ഹേ നമസ്കാരം. ഇന്ന് ഉച്ചക്ക് കഴിക്കാനായിട്ട് നമുക്ക് അടിപൊളി ഒരു സ്ക്വിഡ് കറി വെച്ചാൽ അപ്പൊ അതിനതെ അലുവ കഷ്ണം പോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞുകൊണ്ടിരിക്കേണ്ട നമ്മുടെ രമേശന്. നമ്മുടെ ഈ ഡീപ് സീയിൽ കിട്ടുന്ന സ്ക്വിഡ് ഏകദേശം ആ ഒരു ജെയിൻ സ്ക്വിഡിന്റെ ഒക്കെ പോലെ ഇരിക്കോട്ടെ. അപ്പൊ അതിന്റെ പല്ലാണ് ഈ കാണുന്നത്. ഇത് കറക്റ്റ് ആ ഒരു തത്തമ്മയുടെ പല്ല് പോലെ ഉണ്ട്. കടി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയതാണ്. അതുപോലെ തന്നെ അത്യാവശ്യം വേവുള്ളതാണ് നമ്മുടെ ഈ സ്ക്വിഡ്. അപ്പൊ ആദ്യം തന്നെ വെട്ടി കണ്ടിച്ച് ക്ലീൻ ആക്കി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാ. എന്നിട്ട് നേരെ ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ചിട്ട് നേരെ അടുപ്പത്തേക്ക് വെച്ചിട്ടാ. വേവ് കൂടുതലുള്ളതിന്റെ പേരിൽ അല്പനേരം കൂടുതൽ ഞങ്ങൾ അടുപ്പത്ത് വെച്ചിട്ടാ. ഇനിയിപ്പോ ആർക്കെങ്കിലും വേവാത്തോണ്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഓടിക്കരയിൽ പെട്ടെന്ന് പോകാൻ പറ്റില്ല. 5 ദിവസമൊക്കെ എടുക്കോട്ടെ. അയ്യോ 10 പറഞ്ഞ് കുക്കർ കരയാൻ തുടങ്ങി. അല്പം വലിയ കൂന്തലായതിന്റെ പേരിൽ കുറച്ച് വേവ് കൂടുതലുണ്ടാ. ഒരു 5-8 വിസിൽ നമ്മൾ എടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിനുശേഷം നല്ലൊരു ഗ്രേവി വെക്കാനായിട്ട് പോയിട്ടാ. കുക്കറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഇരുന്ന് കണ്ടീഷൻ നല്ല അടിപൊളിയായിട്ട് വെന്ത് സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഇരിക്കണ്ടായിരുന്നിട്ട്. മിക്ക ദിവസങ്ങളിലും നമ്മൾ ചൂരേണ്ട കഴിക്കണം. ഇതുപോലത്തെ എന്തെങ്കിലും വെറൈറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ നേരെടുത്ത് കറി വെക്കോട്ടെ. സവാള, തക്കാളി, അതുപോലെ തന്നെ വറ്റൽമുളകെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം തൊട്ടപ്പുറം തന്നെ നമ്മുടെ ബോട്ടിന്റെ അതിൽ കൂടി ഡോൾഫിൻ കൂട്ടങ്ങൾ ഇങ്ങനെ ചാടി മറിഞ്ഞുകൊണ്ടിരിക്കേണ്ട അടിപൊളിമാരെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിച്ചോണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴേക്കും നമ്മുടെ കൂന്തൽ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടോ നമുക്ക് കഴിച്ചു നോക്കാം. നല്ല ചൂടൻ പൊന്നിയരി, പിന്നെ കുറച്ച് കൂന്തൽ, പിന്നെ അച്ചാറും ഉണ്ടട്ടെ. ഇതെല്ലാം കൂട്ടി ഇതേ ഇങ്ങനെ ഒരു പിടി പിടിക്കണം കടലൊക്കെ ഉണ്ട്. അടിപൊളിയാട്ടാ.